ഉപ്പും മുളകും co-powered by Q Developers and 24news.com. എന്താ നോക്കി പഠിപ്പിക്കണേ? എന്റെ മൂഡ് ശരിയല്ല. നിന്റെ കേശുചെണ്ണില്ലാത്തോണ്ട് മൂഡ് ശരിയാകാത്ത? എടി അവൻ പടവലത്ത് പോയതല്ലേ, സ്കൂളിൽ വരാൻ മടിയായതും കൊണ്ടാ പോയത്. ഇവിടെ കന്ന് നേരെ വിളിച്ചല്ല കരഞ്ഞ്. വെറും നമ്പർ. അവൻ 2 ദിവസം കഴിഞ്ഞ് വരുമല്ലോ, കാണിച്ചു കൊടുത്തോളാം ഞാൻ. അതെ, പ്രശ്നം എന്താ ചേച്ചി? അവന്റെ അലീന ഫ്രാൻസിസിനെ കൂട്ടിട്ട് ഇങ്ങോട്ട് വന്നില്ലേ, അപ്പോഴേ എനിക്ക് തോന്നിയത് എനിക്കുള്ള പായായിരിക്കുന്നു. അവൻ അലീന ഫ്രാൻസിസിന്റെ അടുത്ത് പറയാ അത് ഞങ്ങളുടെ വീട് വാടക വീടാന്ന്. അവളാണെങ്കിൽ എല്ലാ ഫ്രണ്ട്സ് നിൽക്കുന്നതിന്റെ മുമ്പ് വെച്ച് ചോദിക്കുക, എടി നിന്റെ വാടക വീടാണെന്ന്. ഒരു പ്രാവശ്യം 3 പ്രാവശ്യം ചോദിച്ചു. അത് നമ്മുടെ വാടക വീടല്ലേ, പിന്നെന്ത് പ്രശ്നം? അതല്ല ചേച്ചി പ്രശ്നം. അന്ന് നമ്മൾ യൂത്ത് ഫെസ്റ്റിവലിൽ പോയില്ലേ, അപ്പൊ നമ്മുടെ വീടിന്റെ കുറെ വീഡിയോസ് ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചില്ലേ, അതൊക്കെ ചേച്ചിയുടെ ഫോണിൽ നിന്ന് എന്റെ ഫ്രണ്ട്സ് ഒക്കെ എടുത്ത് കണ്ടു. അതെപ്പോ? കഴിഞ്ഞ വർഷത്തെ ആനുവൽ ഡേക്ക് അതും മറന്നു. അന്ന് എല്ലാവർക്കും നമ്മുടെ വീട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും ചോദിച്ചു സ്വന്തം വീടാണോന്ന്. എന്നെ ഗ്രഹപ്പെടുത്തി ഞാൻ പറഞ്ഞു ആന്ന്. ആ സമയത്ത് അവിടെ അലീന ഫ്രാൻസിസ് ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും എന്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ വെച്ച് എന്നെ നാണം കിടക്കണം, അത്രേ ഉള്ള ഗുണം. നീ കള്ളം പറയാൻ പോകുന്നോണ്ടല്ലേ, അനുഭവിച്ചോ. കള്ളം പറയാത്തൊരു മഹതി. അതെ, ഞാൻ കള്ളം പറയാറുണ്ട്, പക്ഷെ നിന്നെ പോലെ തേടിട്ട് കള്ളൊന്നും ഞാൻ പറയാറില്ല. സ്റ്റാൻഡേർഡ് ഉള്ളവരെ അങ്ങനെ കള്ളം പറയാറുമില്ല. മദർ തെരേസ എന്റെ അടുത്ത് വന്നല്ലോ, നീ ആടെ പെരുങ്കള്ളി, കണ്ടന്മാരുടെ വീട് സ്വന്തം വീട് പെരുങ്കള്ളി. അയ്യ നന്നായിട്ടുണ്ട്. എന്നെ റോട്ടിലും കൂടി ഇറങ്ങി അടി പിടിക്കാതെ കുറവും കൂടെ ഉള്ളൂ. നിനക്ക് ചന്തപ്പിള്ളേരെ തെളിയിക്കോ? ഞങ്ങൾ ചന്തപ്പിള്ളേരെ കയറി പോടാത്ത്. എന്നെ കടിച്ചൊന്നുമല്ല. പിന്നെ ഭയങ്കര നാണക്കേടാ. അമ്മ അമ്മ എന്താടാ? 2 കൂടി വഴി കിടന്ന് വഴക്കുണ്ടാക്കണ്. ആരുണ്ട്? അമ്മയുടെ പെമ്മക്കള തന്നെ. അതെന്തിനാ? എനിക്കെങ്ങനെ അറിയാം എന്തിനാണെന്ന്. നീ അത് കണ്ടിട്ട് മിണ്ടാതെ പോന്നാ? പിന്നെ അതിന്റെ അടിയിൽ കയറി ഉള്ള അടിയും കൂടി കൊള്ളണം. എന്നെ കൊണ്ടൊന്നും വയ്യ. എന്റെ അമ്മോ ലച്ചു, എന്താ എന്താന്ന് എന്താ ഇവളോട് ചോദിക്ക്. എന്ത് കാര്യം? എന്ത് നീ കാര്യം എന്തെന്ന് പറയടി? കാര്യം ഞാൻ പറയാം. കേശു എന്ന് അലീന ഫ്രാൻസിസിനോട് പറഞ്ഞു നമ്മൾ വാടക വീട്ടിൽ താമസിക്കണേന്ന്. അലീന ഫ്രാൻസിസ് ആണെങ്കിൽ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഇവളുടെ അടുത്ത് ചോദിക്കുകയും ചെയ്തു. അത് ഒരു പ്രാവശ്യം 3 പ്രാവശ്യം എല്ലാവരും കേൾക്കാൻ വേണ്ടി തന്നെയാണ് അവളങ്ങനെ ചെയ്തേ. മോശമായി പോട്ടെ. എന്തു മോശം? അല്ലെങ്കിൽ തന്നെ വാടക വീട്ടിൽ താമസിക്കുന്നത് മോശമാണ്? എങ്ങനെയാ പറഞ്ഞ പോലെ ശരിയാണല്ലോ, അങ്ങനെ മോശമാവും? പക്ഷെ അച്ഛനെ സ്കൂളിൽ പറഞ്ഞേക്കണ ഇത് നമ്മുടെ സ്വന്തം വീടാണോ? അങ്ങനെ തന്നെ വേണം. കള്ളം പറഞ്ഞ ഇങ്ങനെ ഇരിക്കും. മക്കളെ, മിക്ക കോടീശ്വരന്മാരും വാടക വീട്ടിലാണ് താമസിച്ചിരിക്കുന്നത്. ഇപ്പം അംബാനി, ടാറ്റ ഈ ഇടയ്ക്കാണ് സ്വന്തം വീട് വെച്ച് മാറിയത്. ഈ വാടക വീട്ടിൽ താമസിക്കുന്നത് പറഞ്ഞാലേ അതൊരു ഫാഷനാണ് ഇപ്പോൾ. അതൊക്കെ റിച്ച് ആൾക്കാർക്ക്. അവിടെ ചിലപ്പോൾ താമസിക്കുമ്പോൾ ഫാഷനായെന്ന് വരാം. അതുപോലെയാണ് നമ്മള്. മക്കളെ, നമ്മൾ റിച്ച് തന്നെ. പടവലത്തെ ചെറിയൊരു അംബാനിയാണ് കുട്ടമ്പിള്ള. നെയ്യാറ്റിങ്കരയിലെ കൊളത്തറയിലെ മാധവൻ തമ്പി മാമൻ അവിടുത്തെ ഒരു ചെറിയ ടാറ്റയാ. ഇവരൊക്കെ കടലാസ് പുലികളാ. അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരൊക്കെ വലിയ കൊട്ടാരത്തിൽ താമസിക്കണം. അവരുടെ ചെറുമക്കളോ ഏതോ ഒരു വാടക വീട്ടില്. ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഞങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കാനായിരിക്കും വിധിന്ന് തോന്നുന്നുണ്ട്. അനുഭവിക്കാൻ സംഭവം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആള് പറഞ്ഞാലും കാര്യമുണ്ട്. എന്ത് കാര്യം? ആലോചിച്ച് നോക്ക്, മനസ്സിലാവും. എന്ത് മനസ്സിലാകാൻ? ഒന്നുമില്ല മനസ്സിലാക്കാൻ. ചേച്ചി നീങ്ങ് വാ, അവിടെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം ഓർത്തോ, ചേച്ചിക്ക് ഇപ്പൊ 17 വയസ്സ് കഴിഞ്ഞു. ഇങ്ങനെ നാട് ചുറ്റി നടന്നാൽ മതിയോ ചേച്ചി? നമുക്ക് പറഞ്ഞാലും കാര്യമില്ല. എന്തോ പറയാൻ നിൽക്കണ പോലെ ഉണ്ടല്ലോ. അല്ല, കേശുവിന് വയസ്സ് എത്രയായി? 50. ചുമ്മാ അല്ലേ പിള്ളേർ കളവൻ കേശു തുടങ്ങിയത്? എൻ്റെ ചായക്കില്ല. എനിക്ക് അടുക്കള പണിയുണ്ട്. എനിക്കും പണിയുണ്ട്. എവിടെ? റൂട്ട് മാറിയപ്പോൾ നീ ഒറ്റ ഒരുത്താണ് എൻ്റെ റൂട്ട് തെറ്റിക്കണത്. എന്റെ ശിവ, നീ ചെല്ലു, ഞാൻ വരാന്ന്. എന്റെ കൂടെ വന്നേ പറ്റുള്ളൂ. കൂടെ വന്നേ. എന്തോന്ന്? അമ്മ എവിടെയാ? മടകളല്ലേ? പോയി അമ്മേനെ വിളിച്ചിട്ട് വായിച്ച്. ഞാനോ? വേഗം പോയി വിളിച്ചിട്ട് വാ. അച്ഛാ, ഞാൻ ഒരു കാര്യം പറയാം. അച്ഛൻ ശ്രദ്ധിച്ച് കേൾക്കണം. അതിനിടയിൽ ഞാൻ കൊച്ചുകുട്ടിയാന്ന് പറഞ്ഞാൽ എന്നെ അടിക്കോ ചീത്ത പറയോ ചെയ്യരുത്. അത് കാര്യം പറ കേക്കട്ടെ.
കാര്യമൊക്കെ പറയാം അമ്മ പറയട്ടെ. അമ്മ ഒന്ന് ഇനി എന്താ പറയണോ വെച്ചാ പറ. ഞാൻ പറഞ്ഞോളാം. പിന്നെ ചേച്ചി എൻ്റെ അടുത്ത് റൂമിൽ വെച്ചെടുക്ക അഭിപ്രായം പറഞ്ഞില്ലേ, അതൊന്നും ഇവിടെ വെച്ച് പറയണേ. ആ ചേട്ടന് കറക്റ്റ് സമയത്ത് വന്നല്ലോ, ഞാൻ വിളിക്കാൻ വരായിരുന്നു. പിന്നെ അമ്മ, ഞാൻ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുമ്പോൾ ചെറിയ വലിയ വർത്താനം വേണ്ടെന്ന് പറഞ്ഞ എൻ്റെ അഭിപ്രായങ്ങൾ തള്ളിക്കളയരുത്. കാര്യം പറയുന്നേ. നമുക്ക് മൊത്തത്തിൽ എത്ര സെന്റ് വസ്തു ഉണ്ടാവും? സെന്റല്ല ഏക്കർ. ആ എത്ര ഏക്കർ വസ്തു ഉണ്ടാവും? ഒരു ഏകദേശം പടവലത്തൊരു 3.5 ഏക്കർ ഉണ്ടാവും. അല്ല അപ്പോ ചാനലിന്റെ കരയിൽ 80 സെന്റോ? ആ അതുണ്ട്. അതുണ്ട്. അപ്പൊ 3-യും 80-ഉം 4 ഏക്കർ 30 സെന്റ്. കറക്റ്റ് ആണോ? ആ ഇതിൽ അമ്മയ്ക്ക് അവകാശപ്പെട്ട എത്രയുണ്ട്? അമ്മയ്ക്ക് അവകാശം പറ്റത് മാത്രമല്ല, അച്ഛനും കൂടെ അതിന്റെ അവകാശമുണ്ട്. അച്ഛാ അവൾ ഇത്തിരി സീരിയസ് ആ. ഞാനും സീരിയസ് ആണ്. അമ്മയ്ക്ക് അവകാശപ്പെട്ട എത്രയുണ്ട് പറയേ. എനിക്ക് ആവശ്യപ്പെട്ടത് ആ വീടിന്റെ സൈഡിലുള്ള 80 സെന്റ്, അത് കഴിച്ചിട്ട് ബാക്കിയുള്ളൊക്കെ കിട്ടും. അപ്പൊ ആ ചാനലിന്റെ കയ്യിലുള്ള 80 സെന്റ് സ്ഥലം അത് വേണമെങ്കിൽ വേണമെങ്കിലാ? അപ്പൊ അമ്മയ്ക്കത് വേണ്ട? കിട്ടിയാ കൊള്ളാം, അല്ലാണ്ട് പിന്നെ വെറുതെ കളയും. എല്ലാം കിട്ടിയാ കൊള്ളാം, പക്ഷെ ഇതൊക്കെ എപ്പ കിട്ടും? ഞാനും അത് ആലോചിക്കേണ്ട എപ്പോ കിട്ടുമെന്ന്. ഞാനും അവസാനം ഇങ്ങനെ വസ്തുവിന്റെ കാര്യത്തിനെ പറ്റി ഒന്ന് ചിന്തിച്ചല്ലേ, സമാധാനമായി. പറയടി, എപ്പ കിട്ടും പറ. ശ്രീക്കൂട്ടം വരണ്ടേ ഇനി? മാമ ഇപ്പൊ വരും. അതവനല്ലേ അറിയാൻ പറ്റുള്ളൂ. എടാ അവ ഇനി ഇങ്ങോട്ട് വരാനൊന്നും പോണില്ല. മാമൻ പറഞ്ഞ കാര്യമൊക്കെ അവിടെ നിക്കട്ടെ. ശിവ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ആ പത്രം എഴുതി മേടിക്കുന്ന കാര്യം? അത് മാമനെ എഴുതി മേടിച്ചാ പോരെ? പത്രോ? യാത് പത്രം? അതായത് അച്ഛാ, അപ്പൂപ്പന്റെ വസ്തു അമ്മയ്ക്ക് എഴുതി കൊടുക്കുന്നതിൽ കുട്ടുമാമന് യാതൊരുവിധ പ്രശ്നവും ഇല്ല എന്ന് തെളിയിക്കുന്ന പത്രം, അതായത് പവർ ഓഫ് അറ്റോർണി. എന്താ അന്തം വിട്ട് നോക്കണേ? ഇത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള കാര്യങ്ങളല്ലേ? ഞങ്ങൾ ഇനി എന്തായാലും ഈ കാര്യം പറഞ്ഞിട്ട് കുട്ടികളെ വിളിക്കാൻ പോവാ. അത് നല്ല കാര്യം. അമ്മ എന്തായാലും ഒരു കുട്ടുവാനെ വിളിക്കട്ടെ. ഇതങ്ങനെ അത്ര വെച്ചിട്ട് അത്ര നല്ലതല്ല. എന്തോ അടുപ്പത്ത് വെച്ചിട്ട് കരിഞ്ഞെന്ന് വേണം നോക്കണം. കണ്ട അവള് പോണണ്ട, അവള് വലിഞ്ഞി. അച്ഛനെ കൊണ്ട് പോണു. എടാ ഞാൻ ഇവിടെ വിളിച്ചോണ്ട് വരാന്ന്. അച്ഛനെ ഇവിടെ ഇരിക്കാൻ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇടേ കാര്യം പിന്നെ സംസാരിക്കാം. നീ ഇപ്പൊ പറഞ്ഞു വന്നില്ലേ കാര്യം, അത് നടക്കട്ടെ, വസ്തുവിന്റെ കാര്യം നടക്കട്ടെ. ചുമ്മാ ആവശ്യമില്ലാതെ അച്ഛൻ അവിടെ നിക്ക്. ചുമ്മാ ഇതങ്ങനെ വിടരുത്. കൂടെ നിന്നതായിരിക്കണം കേട്ടാ. പിന്നെന്ത്, എനിക്ക് ഭാവി പ്രശ്നമാണ്, എനിക്കറിയാം. ഞാൻ ഇപ്പൊ ഉണ്ടാവും കൂടെ. നമ്മുടെ ഭാവിയുടെ പ്രശ്നമാണോ അത് പറഞ്ഞേ? അപ്പൊ വാ, നിനക്ക് ഏതായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അല്ല, എനിക്ക് ഡാൻസ് പ്രാക്ടീസിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ അത് ശരിയാവില്ല. അത് ഞങ്ങൾ ശരിയാക്കി തരാം. അല്ല അത് ശരിയാവില്ല. നിങ്ങൾ ഫോണ് കുറച്ച് കഴിയുമ്പോഴേ പിള്ളേര് ചോദിച്ചതിന് സമാനം പറയടി. വസ്തു എപ്പോഴും തരും. ആ പിള്ളേര് വന്നു മക്കളെ ചോദിച്ചു പിള്ളേര് ചോദിച്ചതിന് സമാനം പറ. അതൊക്കെ ഞങ്ങൾ ചോദിച്ചോളാം. ആദ്യം തന്നെ ഞങ്ങൾക്ക് അച്ഛൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ചേച്ചി, അച്ഛന് നെയ്യാറ്റിൻകരയില് എത്ര ഏക്കർ സ്ഥലമുണ്ട്? നെയ്യാറ്റിൻകരയില് എത്ര ഏക്കർ സ്ഥലമുണ്ട്? മക്കളെ, നമ്മളെ കുടുംബപരമായിട്ട് ഭയങ്കര ജമ്മിമാരായിരുന്നു. ഒരുപാട് ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. എൻ്റെ അപ്പൂപ്പൻ്റെ കാലത്ത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള 150 ഏക്കർ ഉണ്ടായിരുന്നു. അത് അപ്പൂപ്പൻ്റെ കയ്യിൽ വശം എത്തിയപ്പോൾ 100 ഏക്കറായിരുന്നു. അത് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ വന്നപ്പോൾ 35 ഏക്കറായിരുന്നു. പക്ഷെ കുറേയൊക്കെ വിറ്റ് തുലച്ച് എല്ലാം കൂടെ ഇപ്പോൾ ഒരു 12 ഏക്കർ. ഇപ്പൊ ശരിക്കും എത്രയുണ്ട്? ഇപ്പൊ ശരിക്കും 10 ഏക്കർ. 10 ഏക്കർ. ഇതില് സുരേന്ദ്രൻ ചിറ്റപ്പന്റെയും രാജേന്ദ്രൻ വെളിച്ചന്റെയും ഷെയർ മാറ്റി. അപ്പൊ അച്ഛൻ എത്ര ഏക്കർ ഉണ്ടാവും? അതാണ് എനിക്കിപ്പോഴും പിടികിട്ടാത്തത്. എത്ര ഏക്കർ ഉണ്ടോ എനിക്ക് ഒരു പിടിയില്ല. അച്ഛാ, നെയ്യാറ്റിൻകര ജംഗ്ഷനിലെ വരിക്കടയിലെ അവിടെ അച്ഛന് എത്ര ഷെയർ ഉണ്ട്? അയ്യോ, അതിപ്പോ വലിയ കൺഫ്യൂഷൻ കിടക്കണം. അത്ര ഒരു തിട്ടപ്പെടുത്താൻ പറ്റൂല. അച്ഛന്റെ കൺഫ്യൂഷൻ ഞങ്ങൾ മാറ്റി തന്നോളാം. അല്ല, പിന്നെ ഈ രാഘവന്റെ വസ്തുക്കളൊക്കെ അമ്മയച്ഛന്റെ പേരിലാണല്ലോ, അത് വിൽക്കാൻ എന്താ ഇത്ര തടസ്സം? അത് വിൽക്കാൻ ഇത്ര തടസ്സം? അത് എന്താ തടസ്സം? അതാണ്. പക്ഷെ എല്ലാം കൂടെ ഒരു അവ്യയില് പരിപാടി കുഴഞ്ഞു കിടക്കുകയാണ്. ഒന്നിനൊരു വ്യക്തതയില്ല. എല്ലാ അച്ഛൻ്റെ അമ്മയുടെയും പേരിൽ തന്നെ എഴുതി വെച്ചേക്കണേ. പക്ഷെ എഴുതി വെച്ചേക്കുന്നത് വെള്ളത്തിലാണ് മാത്രം. നമുക്കൊരു കാര്യം ചെയ്യാം അച്ഛാ, നമുക്ക് നെയ്യാറ്റിൻകരയിലെ അപ്പൂപ്പനെ വിളിച്ചു ചോദിച്ചാലോ? അത് ശരിയാവില്ല. അയ്യോ, ആ പ്രശ്നമാവും. അച്ഛൻ വന്നാൽ ആ പ്രശ്നമാവും. എന്ത് പ്രശ്നം? പിള്ളേരൊന്നും മിണ്ടാതിരുന്നേ. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ആ സമയം എന്താന്നും കൂടി പറഞ്ഞാൽ കൊള്ളായിരുന്നു. എടേ, 2017 വരാൻ വേണം. നീല് എല്ലാത്തിനും ഒരു പരിഹാരം കണ്ടെത്തണം. 2017 ഡിസംബറിലാ? അല്ല, നവംബറിലാ തുടങ്ങാം പരിഹാരം കാണാം. കുറെ നവംബറും ഡിസംബറും ഞങ്ങൾ കണ്ടിട്ടില്ല. ഇനി ഒരു നവംബറും ഡിസംബറും കൂടി ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതെ, എനിക്ക് വയസ്സ് 21 കഴിഞ്ഞ്. 22 എന്നാവും? ഉടൻ തന്നെ ആവും. അപ്പൊ നമുക്ക് ഗംഭീര സദ്യ, ഒരു 4 കൂട്ടം പ്രഥമം വേണം, എല്ലാം കൊടുക്കണം കേട്ടോ. നമുക്ക് എന്തിനാ അത്രയും കാത്തിരിക്കണേ? നമുക്ക് എല്ലാവരും വിളിച്ചു കൂട്ടാം. നല്ല ഉഗ്രൊരു സദ്യ കേട്ടോ. അയ്യോ, എന്റെ ഫോൺ അവിടെ എന്തോ ആവശ്യം. ഇതങ്ങനെ വിട്ടാ പറ്റില്ല. വാ,
അങ്ങോട്ട് ചെല്ലാം വാ. നിങ്ങൾ ചെല്ലാം പെട്ടെന്ന് ചെല്ല്. ഇങ്ങോട്ട് ചെല്ലാൻ അമ്മയും വാ. ഞാൻ എന്തിനാ പറഞ്ഞേ? അമ്മയും വാ. അമ്മയെ വിടണോ? ഇല്ല ചാനലിലെ കാര്യയും പഠനത്തെ കൃഷിയൊക്കെ നമുക്ക് ശരിയാക്കി തരാം. വാ, വാ. വീടിന്റെ കൈനട് ശിവ വീട് അച്ഛാ അച്ഛാ ഒളിച്ചിരിക്കാണല്ലേ പോരെ പോരെ. ആര് വിളിച്ചിരുന്ന്? എൻ്റെ ഒരു സ്ക്രൂകളായി ഇപ്പോൾ ഇവിടെ കിടക്കുക, ഇവിടെ കാണണം. അല്ലെങ്കിൽ അച്ഛൻ്റെ ഒരു സ്ക്രൂ ഇളകിയാനെ കിടക്കണം. എന്താ നിനക്ക്? ജോലി സംഭവിക്കില്ലേ? ശല്യത്തിന് വന്നോളൂ. ഒരു കാര്യം പറയാം, ഞാൻ ഇവിടെ ഇറങ്ങി പോകട്ടാ. ആ അച്ഛാ ബഹളോ നമ്പറൊന്നും കാണിച്ച് രക്ഷപ്പെടാൻ നോക്കണ്ട. നെയ്യാറ്റിൻകരയിലെ രാഘവ മാമന്റെ 50 സെന്റ് വിട്ട് അച്ഛൻ എത്ര ഷെയർ ഉണ്ട്? അതുപോലെ തന്നെ നെയ്യാറ്റിൻകരയിലെ വരിക്കട, അവിടെ അച്ഛന് ഷെയർ ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് എത്ര? രാഘവ മാമൻ എഴുതന്ന ഭൂമി എന്താ വിൽക്കാൻ ഇത്ര തടസ്സം? നീ എനിക്ക് പ്രാന്ത് തുടങ്ങി, ഞാൻ ഉടനെ ഇറങ്ങി പോകട്ടാ. ഈ പിള്ളേര് പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാ പിടയ്ക്കണേ? അമ്മേ ഇനിയെങ്കിലും ആ ചാലിന്റെ കടയിൽ 70 സെന്റ് വിൽക്കാൻ പറ്റുമോ? പോരാത്തതിന് അമ്മയ്ക്ക് അവിടെ ഷെയർ ഉണ്ടോ? കുട്ടുമാമനോ? ഉണ്ടെങ്കിൽ അത് എത്ര? ഹരിപ്പാട്ടിൽ അമ്മൂമ്മയുടെ കുടുംബ ഷെയറിന് അമ്മയ്ക്ക് എത്ര ഉണ്ട്? അല്ല ഈ ചോനർത്തറ വീട് ആരുടെ പേരില്? ഇതിലൊക്കെ എന്തോന്നടാ ഇത്? ഇതൊന്നും എന്തോന്നു നിനക്ക്? അച്ഛാ അമ്മ കല്യാണ സമയത്ത് ഇട്ടിരുന്ന 50 പവൻ സ്വർണ്ണം ഉണ്ടല്ലോ, അതെവിടെ? എന്ത് ചെയ്തു? വിറ്റാ? അത് പണയം വെച്ചാ? പണയം വെച്ചാ റിസ്ക് എടുക്കച്ചാ? അല്ല നിങ്ങക്ക് ഇപ്പൊ എന്താ വേണ്ടേ? സുരക്ഷ അത്ര തന്നെ. സ്വന്തമായിട്ട് കേറി കിടക്കാൻ ഒരു വീട്, അതും വലിയ വീട്. മെമ്പേഴ്സ് ഇത്തിരി കൂടുതലാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് വീട് നെയ്യാറ്റിൻകര ഇല്ല പറ്റില്ല, ഇവിടെ തന്നെ വെക്കണം. അത് പറ്റില്ല, ഇവിടെ തന്നെ വെക്കണം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, കടവലത്ത് വെക്കാം. അതും പറ്റില്ല, നമുക്ക് ഇവിടെ സിറ്റിയിൽ തന്നെ വീട് വെക്കണം. സിറ്റിയിൽ കുറച്ച് സ്ഥലം എടുത്ത് അവിടെ ഒരു വീട് വെക്കണം. എനിക്ക് അവിടെ കാണിച്ചു കൊടുക്കണല്ലേ വീട്. ആരെ കാണിച്ചു കൊടുക്കണമെന്ന്? അലീന ഫ്രാൻസിസിനെ എന്റെ വീടിനെ പറ്റി കുറ്റം പറഞ്ഞു. എന്റെ പൊന്നു മക്കളെ, ഇവിടെ വീടൊന്നും വെക്കാൻ പറ്റൂല. സ്ഥലം വാങ്ങണം, എന്തൊക്കെ കാര്യങ്ങളെന്നറിയാം. കോടികള് ആവും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, പടവലത്തെ സ്ഥലം വിറ്റിട്ട് നമുക്ക് ഇവിടെ സ്ഥലം മേടിക്കാം. എന്നിട്ട് നെയ്യാറ്റിൻകരയിലെ സ്ഥലം വിറ്റിട്ട് നമുക്ക് വീട് വെക്കാം. അത് കൊള്ളാം, അതിനെപ്പറ്റി ആലോചിക്കുന്നതാണ്. കൊള്ളാം, അത് കൊള്ളാം. ആലോചിച്ച പോരാ, ഇപ്പൊ തന്നെ ഒരു തീരുമാനം എടുത്തിട്ട് പോയാൽ മതി. അതെ മര്യാദയ്ക്ക് പറഞ്ഞ് ഇനി പറഞ്ഞ ഞങ്ങളെ സ്വഭാവം മാറും. തല്ലി കൊന്നാലും ഞങ്ങൾ ഈ തീരുമാനത്തിൽ പിന്മാറൂല. പിന്മാറില്ല. ചേട്ടാ നെയ്യാറ്റിൻകരയിലെ അപ്പൂപ്പനെ വിളിക്കുക. അപ്പൂനെ വിളിക്കല്ലേ? വസ്തുവിന്റെ കാര്യം പറഞ്ഞാൽ അങ്ങനെ വിഷമം തോന്നും. അതുകൊണ്ട് അപ്പൂനെ വിളിക്കണ്ട. എങ്കിൽ ശരി, ചേച്ചി കുട്ടുമാവനെ വിളി. വേണ്ട വേണ്ട വേണ്ട, അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞ അവന് വിഷമം പോകൂലേ? ആ കുറച്ച് ആൾക്കാർ വിഷമിച്ചാലും കുഴപ്പമില്ല. അങ്ങനെങ്കിൽ ആ വസ്തുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുമല്ലോ, അത് മതി. എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് സ്ത്രീകൂട്ടം വിളിച്ച് പറയാം. പാലു വേണ്ട, നെയ്യാറ്റിൻകരയെ വിളിച്ച് പടവലത്ത് വിളിച്ച് കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു തീരുമാനത്തിൽ ഞാൻ എത്തിക്കാം. പോരെ? ശരി, ഇന്ന് വൈകുന്നേരം വരെ ഞാൻ സമയം തരാം. അതിനുള്ളിൽ നിങ്ങൾ വിളിച്ചില്ലെങ്കിൽ ഞങ്ങൾ എടുത്ത് വിളിക്കും. ശരി, എല്ലാവരും വെക്കോ. അച്ഛനല്ലേ പറയണേ? പോടും. ശരി, എല്ലാം ശരിയാക്കി തരാം. പോ. ദേവോളം കാക്കാമെങ്കിൽ പിന്നെ 6 ഓളം കാക്കാൻ പറ്റില്ലേ? വായിച്ചി അമ്മ ഇത് തമാശയായിട്ട് എടുക്കല്ലേ, ഇത് ഞങ്ങളുടെ ഭാവി പ്രശ്നമാണ്. ഭാവി പ്രശ്നം. എന്ത് ചെയ്യാ? നിങ്ങൾ അച്ഛനെ വിളിക്കേ, വസ്തുവിന്റെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറ. അച്ഛനെ വിളിക്കാനാ? ആ അല്ല, അപ്പൊ നീ എന്ത് ചെയ്യാൻ പോണു? ഞാൻ അടുക്കളയിൽ പോണു. ആ എടി, പിള്ളേര് വസ്തുവിന്റെ കാര്യം അച്ഛൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞാലേ ആകെ നാണക്കേടാണ്. ഞാനും അത് തന്നെ ആലോചിക്കണേ. അവര് പറയും നമ്മൾ രണ്ടും കൂടെ ഉന്തിത്തള്ളി വിട്ടെന്ന്. ആ ശരിയാ. അല്ല അതിനിടയ്ക്ക് ഞാൻ വേറൊരു കാര്യം ആലോചിച്ചായിരുന്നു. എന്റെ അമ്പോന്റെ സ്വർണ്ണം എവിടെ? എന്റെ അമ്പോന്റെ സ്വർണ്ണം എവിടെയെന്ന് പറഞ്ഞാൽ എവിടെ പോയി? എവിടെ പോയി? എല്ലാം തൊളിച്ചത് നിങ്ങളാ. അത് കുറച്ച് വിറ്റ് കുറച്ച് പണയം വെച്ചാൽ അവരെന്ത്? 3 പവന്റെ സ്വർണ്ണമാണ് ആ കോഴി ഫാം തുടങ്ങാൻ വേണ്ടി. കോഴി ഫാം തുടങ്ങുമ്പോൾ കോഴി ഫാം 2-3 കഴിഞ്ഞ് കോഴി ഫാം അടിച്ച് കളഞ്ഞില്ലേ? ഞാൻ അപ്പടെ പണയം വെച്ചത് ഇവിടെ വീടിന് വാടക കൊടുക്കാൻ വേണ്ടി ഞാൻ ഒരിക്കൽ പണയം വെച്ച്. പിന്നെ പണയം വെച്ചത് പറമ്പിൽ പണിക്കാർ നിന്നപ്പോഴും ഞാൻ പണയം വെച്ചു. അത്രേ ഞാൻ ചെയ്തുള്ളൂ. നിങ്ങൾക്ക് സാധനം മേടിക്കാനും നിങ്ങൾ നന്നാക്കി കൊളോക്കിയ സാധനങ്ങൾ മേടിച്ചു കൊടുക്കാനും പണയം വെച്ചില്ലേ? എന്റെ കാലൊടിഞ്ഞപ്പോ കൊണ്ട് പണയം വെച്ചതാ. ആരുടെ കാലൊടിഞ്ഞപ്പോ? എന്റെ കാലൊടിഞ്ഞപ്പോ. ആ പിന്നെ തട്ടുകട നടത്താൻ വേണ്ടി കുറെ സ്വർണ്ണം പണയം. ചേട്ടാ അടച്ച് അന്ന് തന്നെ എല്ലാവരും അടിച്ച് പൊട്ടിച്ചാ നാട്ടുകാരെല്ലാം കൂടെ. 3 പവന്റെ സ്വർണ്ണമാണ് കോഴി ഫാം തുടങ്ങാൻ വേണ്ടി വിറ്റ്. 3 പവന്റെ കോഴി യാതൊരു സമയം കോഴി എല്ലാം നിനക്കൊക്കെ തന്നെ. നിനക്കൊക്കെ അനുഭവം ഇല്ലാത്തിന് ഞാൻ ചെയ്യേ എന്തുകൊണ്ട് ഞാൻ അത് പോകും. എന്തായാലും എല്ലാം നശിപ്പിച്ചത് നിങ്ങൾ ഒരുത്തനാ. നശിപ്പിച്ചു ഞാൻ ഒരുത്തൻ തന്നെ. കാലഹരണപ്പെട്ട കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യണ്ട. ഇപ്പൊ നമുക്ക് ആവശ്യമുള്ളത് വസ്തുവിനെ പറ്റിയുള്ള കാര്യങ്ങളാണ്. അത് എത്ര വേഗം ചെയ്യാൻ നോക്കും, സമയം പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ പോടെ, നിങ്ങൾ പോ. നമ്മൾ എന്താന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് തീരുമാനം കണ്ടെത്താം. പോട്. ചേച്ചി മുടിയൻ ചേട്ടാ വാ. ആ പട പൊടിയുടെ ഇത്രയേ ഉള്ളൂ. വായിന്ന് വീണേണ്ട. സെന്റ്, പവർ ഓഫ് അറ്റോണിയ, ഏക്കർ, ഇതൊക്കെ ഇവിടെ നിന്ന് പഠിച്ചത്. എല്ലാം നിങ്ങൾ നാക്കിന്ന് വീണ വാക്കുകളാ.
അല്ലാണ്ട് എവിടെന്നാ പെട്ടെന്ന് അങ്ങ് ചെല്ലുക, അല്ലെങ്കിൽ നെയ്യാറ്റിങ്കരയ്ക്ക് വിളിക്കോ അവരിപ്പോ. ആകെ തൊല്ലായാലോ ഭഗവാനെ. ഞാൻ ജംഗ്ഷൻ വരെ ഒന്ന് പോയിട്ട് വരട്ടെ, വല്ല നടക്കുമോ നോക്കട്ടെ. ഉപ്പും മുളകും co-powered by Q Developers and 24news.com. എന്തൊക്കെയാണ് നീ കാണിച്ചത്? വലിയ ചതയായിപ്പോട്ടെ യേശു. ആ ഇനി എങ്ങാനും നീ അലീന ഫ്രാൻസിസിന്റെ അടുത്ത് നമ്മുടെ കുടുംബക്കാരെയും വല്ലതും പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞോ, നിന്റെ നാക്ക് ഞാൻ പിടിച്ചെടുക്കും സത്യമായിട്ടും. എന്തായാലും ഉടനെ തന്നെ വസ്തുവിന്റെ കാര്യത്തിലൊരു തീരുമാനമാവും. വീട് പണി ഉടനെ തന്നെ തുടങ്ങും. ആ ഇനിയിപ്പോൾ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ വിളിക്കാം. വേറൊന്നുമില്ല. ശരി വെച്ചോ. നോക്കണേ. ഒന്നുമില്ല. അല്ല അതോ ആർക്കെത്ര ഐസ്ക്രീം? ആർക്കെത്ര ഐസ്ക്രീം? എനിക്ക് എന്ത്? അല്ല നീ പറയാനുള്ളത് പറ. എന്താണ്? അല്ല നെയ്യാറ്റിൻകരയിലെ വസ്തുവിന്റെ കാര്യം വിളിച്ചു പറഞ്ഞാ? ഞാൻ വിളിച്ച് പറയാം. ഐസ്ക്രീം വേണോ? നിനക്ക് വേണോ ഐസ്ക്രീം? വേണോ ഐസ്ക്രീം? വേണോ? വേണമെങ്കിൽ കഴിക്കാം. പിന്നെ വാ എടുത്തോ മോള് വാ. അതെ, വസ്തുവിന്റെ കാര്യത്തിനെ പറ്റി നെയ്യാറ്റിൻകരയോ പടവലത്തോ വിളിച്ച് പറയൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ എടുത്തോ. ഞങ്ങൾക്ക് ഐസ്ക്രീം വേണ്ട, വീട് മതി. നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചോടാ? ചോദിച്ചാ നീലു അങ്ങനെ ടാശ് ചേട്ടാ തീർത്തോ. വേണ്ടേ? ഇത് ബട്ടർ സ്കോച്ച് ആണെന്ന് തോന്നുന്നു കേട്ടോ. സ്ട്രോബെറി, ആപ്പിൾ ഫ്ലേവർ എല്ലാം ഉണ്ട്. നല്ല ടേസ്റ്റ് അല്ലേ? കഴിച്ചോ കഴിച്ചോ. ശിവാനി, ഇത് ചതിയാണ്. ഇവരുടെ പ്രലോഭനത്തിൽ നമ്മൾ വീണു പോരുത്. വീടില്ല, എഴുതി കഴിച്ചോ. അവരെന്തായിരുന്നാലും പടവലത്തിൽ വിളിച്ച് പറയും, വസ്തുവിൻ്റെ കാര്യത്തിനെ പറ്റി വിളിച്ച് പറയാം. അപ്പം നമുക്ക് പ്രശ്നമല്ല. കഴിഞ്ഞു. ആണോ? വേണമെങ്കിൽ എടുത്ത് കഴിച്ചോ. പിന്നെ വേഗം ഒന്ന് എടുത്ത് വെച്ചോ, ചിലപ്പോ എനിക്ക് കിട്ടില്ല. വീടൊക്കെ 2017 വെക്കാം. അല്ല പിന്നെ അച്ഛൻ തുറന്നേരാ മക്കളെ. അല്ല പിന്നെ കിട്ടുന്ന കൺട്രോൾ ചെയ്ത് നിക്കണതിനൊക്കെ ഒരു പരിധി ഉണ്ട് കേട്ടാ. അല്ലച്ചാ നമ്മൾ 2017 വീട് വെക്കുവോ? വീട്? ഏത് വീട്? നീ ഇവിടെ കഴിയുന്നോട്ട് വീട്. എന്റെ പേഴ്സിൽ നിന്ന് 200 എടുത്തിട്ടുണ്ട് ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടി. എന്തോന്ന് മാറും ഇത്? ചുമ്മാ 2017 തരാന്ന് അല്ലേ? അല്ല പിന്നെ